എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്, മത്സരം ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവർ. ഓക്കെ ഓക്കെ, ഹെഡ് ടൈല്. ഫസ്റ്റ് വൺ സ്പീഡായിക്കോട്ടോ. ഇത് പറയുമ്പോഴേക്കും ഇങ്ങനെ എടുത്ത് തുറന്നു വെച്ചോ. അങ്ങനെ സ്പീഡാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് വൺ രുതിരം. മലയാള സിനിമയാണ്. നമ്മുടെ രാജ്ബി ഷെട്ടി പിന്നെ അപർണ ബാലമുരളി ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 5 മണിക്ക് വരും. ഓക്കെ ഓക്കെ, ജിഷോലോൺ ആന്റണി ഡയറക്ട് ചെയ്യുന്ന സിനിമ അല്ലേ. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് 1-0 വന്നിട്ടുണ്ട്. കാണാം. ആരുടെ കൂടെ നിൽക്കുന്ന നോക്ക്. യോഗി ബാബുവിന്റെ കൂടെ. കങ്കോർക്കുമ്പോണ്ടല്ലോ എന്തിനാ ഈ മറന്നുപോയ കാര്യം ഓർമ്മിപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ മറന്നോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കണം എന്ന് വിചാരിച്ചു മറന്നു പോയ സാധനം അതാ. മറന്നു. എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. ഓർമ്മിപ്പിക്കല്ലേ കിങ്സ്ലിയുടെ മുഖം, യോഗി ബാബുവിന്റെ മുഖം, പുള്ളിങ്കോ അല്ലേ. കിങ്സ്ലിനെ ഓർമ്മിപ്പിക്കല്ലേ. എന്താണ് ദിശ പട്ടാനിയോ? ഓക്കെ, ഞാൻ ഈ കിഴി തോറ്റു സമ്മതിക്കാം. മതിയോ? അടുത്ത കിഴി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. മലയാളം സിനിമയാണ്. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളിയാണല്ലോ. ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. സോഫിയ പോൾ ഓക്കെ. പ്രൊഡ്യൂസർ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അടുത്തത് ലക്കി ഭാസ്കർ. 111 കോടി വേൾഡ് വൈഡ് കളക്ഷൻ. ഓക്കെ, അടിപൊളി. യെസ്, പോന്നോട്ടെ. എന്തായാലും ദുൽഖർ അടിച്ചു കയറുകയാണ്. ഹിന്ദി വേർഷൻ ചിലപ്പോ ഉണ്ടാവില്ല എന്നുള്ളത് കേൾക്കുന്നുണ്ടോ? നന്നായി. ഏതായാലും നല്ലത് അവർക്ക് ഇഷ്ടപ്പെടൂല. എന്തായാലേ ശരിക്കും സീതാരാമം കൊണ്ട് അടിക്കേണ്ടതായിരുന്നു ഇത്. സത്യം. അതായത് ഓവർസീസിലൊക്കെ പലയിടങ്ങളിലും ബാൻ കിട്ടിയ സിനിമയാണ് സീതാരാമം. അപ്പോൾ സീതാരാമത്തിൽ നഷ്ടപ്പെട്ടത് ഇവിടെ കിട്ടി. ഓക്കെ, അടുത്ത കിഴി തെക്ക് വടക്ക്. ഇതെന്താ ഇങ്ങനൊരു കളി? മലയാളം അല്ലായിരുന്നല്ലോ, തമിഴിനല്ലേ? തെക്ക് വടക്ക് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നവംബർ 22-ന് മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ചെയ്യും. നമ്മുടെ വിനായകനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന കഥാപാത്രങ്ങളായ സിനിമയാണ്. അടുത്തത് വലിയ വിജയമായില്ല കേട്ടോ സിനിമ. ദളപതി 69 2-0. ബാലാജി RJ ബാലാജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. 20 ഡയറക്ടേഴ്സ് ഈ 69 ചെയ്യാൻ വേണ്ടി കഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് പൃഥ്വിരാജിനോട്, അതായത് ദളപതിനോട്. അതിൽ 2 തവണ RJ ബാലാജി തന്നെ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മതിച്ചു. അതിനുള്ള മുതലുണ്ടായാൽ മതിയായിരുന്നു. ആ 2 ഒന്നായിരിക്കോ ഇനി ഇത്? 45 പറയാൻ പറ്റില്ല. എന്തായാലും തെരഞ്ഞെടുത്തിരിക്കുന്നത് എച്ച് വിനോദിനെയാണ്. അതെ, എന്താവുന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അടുത്ത കിഴി ബറോസ്. ഇത് കളി രസമില്ലാത്ത കളിയാണല്ലോ. മലയാളത്തിൽ റെക്കോർഡ് അടിച്ചോണ്ടിരിക്കുകയാണല്ലോ. 4 എണ്ണം ആയല്ലോ. ഞാൻ കളിക്ക് വെല്ലുവിളിച്ചു, പക്ഷെ ഗോളിനെ നിർത്താൻ മറന്നു. ഒരു ഗോള് വന്നോണ്ടിരിക്കുന്നു. എപ്പോഴും അങ്ങനെയാണല്ലേ, ഞാൻ ഗോളില്ലാതെയാണ് കളിക്കാറ്. ബറോസ് സിനിമയുടെ ഒഫീഷ്യൽ 3D ട്രയലർ ഇന്ന് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നുണ്ട് 5 മണിക്ക്. അതിന്റെ പ്രീമിയർ ഇട്ടുണ്ട് കേട്ടോ. അടുത്തത് നോബഡി. ആശ്വാസം. സിനിമ ജനുവരിയിൽ ഷൂട്ട് തുടങ്ങും കേട്ടോ. പൃഥ്വിരാജ് നായകനാവുന്ന സിനിമയാണ്. ഓക്കെ. നിസാം ബഷീറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിന്റെ ജോണർ ഭയങ്കര വ്യത്യസ്തമായ ജോണറാ. അതും പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല, നീ പറഞ്ഞു. സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പിന്നെ ഫാമിലി ഡ്രാമ, പിന്നെ ഹീസ്റ്റ് പരിപാടി ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല. അതൊക്കെ എന്താ എനിക്ക് പറയാൻ അറിയില്ല. എന്തൊക്കെ കൂടിയിട്ടുള്ള ഒരു തരം ഒരു ജോണറാ. ഇതിപ്പോ ജോണർ എന്ന് പറഞ്ഞാല് ഏതൊക്കെ ജോണർ ഉണ്ടോ സിനിമയില് അതെല്ലാം ഉണ്ട്. ഓക്കെ, അടുത്ത കിഴി ഇത് എനിക്ക് തന്നെ കിട്ടുന്നുള്ളൂ. കങ്കുവ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. കങ്കുവ സിനിമ റീസെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൽ 15 മുതൽ 20 മിനിറ്റ് വരെ കട്ട് ചെയ്തു എന്നുള്ളതാണ് കേൾക്കുന്നുണ്ട്. ഫ്രാൻസിസിനെ ആർക്കും കാണാൻ പറ്റൂല ഇനി. ഫ്രാൻസിസിനെ ആർക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഒന്നും അപ്പൊ കാണണ്ട അല്ലേ? യോഗി ബാബു, കിങ്സ്ലി, ദിശ പട്ടാണി.
റിവ്യൂ എടുത്ത് നോക്കും. ഇപ്പോൾ അതായത് റീസെൻസറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വെർഷൻ കാണുന്നവരുണ്ടല്ലോ, അതിനുശേഷം റിവ്യൂ കാണുമ്പോഴേ അതിൽ പറയുന്നത് ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്നു, യോഗി ബാബു, കിങ്സ്ലി, ദിഷ പട്ടാനി ഇവരെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, ഇവരൊന്നും സിനിമ കാണാതെ കേട്ടോ റിവ്യൂ ചെയ്തിട്ടുള്ളതെന്ന്. ഫുള്ള് നമ്മൾ കണ്ടതാണ് ഒറിജിനൽ. അവര് വെറുതെ പറയണെന്ന്, കാരണം അവര് കണ്ടിട്ടില്ലല്ലോ. അടുത്തത് പുഷ്പ 2 സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വ്യൂസ് 120 മില്യൺ ആണ് കേട്ടോ. അത് എല്ലാ ലാംഗ്വേജിലും ഇറങ്ങിയ ടീസർ ട്രെയിലറുകൾ. പിന്നെ 2.3 മില്യൺ ലൈക്സ്. പ്രഭാസ് എന്നല്ലേ മോളില് ഇന്ത്യൻ സിനിമയില് പ്രഭാസ്. അപ്പോൾ പ്രഭാസ് തന്നെയല്ലേ രാജാവ്? തീർച്ചയായിട്ടും ഏറ്റവും ഭീകരമായിട്ടുള്ള ഹൈപ്പിൽ വരുന്ന സിനിമയാണ് പുഷ്പ. എന്നിട്ടും അതിപ്പോ ആ ഒരു സിനിമയേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയ ഹൈപ്പിൽ. അതാണ്. അടുത്തത് മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട്, ഫസ്റ്റ് ബ്ലഡ് വരുന്നുണ്ട്, അങ്ങനെ പറയണം. അതെ, ഫസ്റ്റ് ബ്ലഡ് വരാൻ പോകുന്നു 22-ാം തീയതി 5 മണിക്ക്. ഓക്കെ, 6:30 നോക്കണം ഒഴുകാൻ പോകുന്നു ബ്ലഡ്. ഫസ്റ്റ് ബ്ലഡ് ആണല്ലോ. അതെ, ഞങ്ങൾ എല്ലായിടവും ഒഴുക്കും, കാണുന്നവരൊക്കെ പിടിച്ച് വെട്ടുന്ന കേട്ടത്. അടുത്തത് നമ്മൾ പണ്ട് കത്തിയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേലും പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴേ വെറുതെ നിൽക്കുന്ന ഈ ചേമ്പിന്റെ ഒക്കെ ഇല ഇങ്ങനെ വെട്ടി ഇങ്ങനെ കളിയില്ലേ പോകുന്ന നോക്കില്, ഇപ്പോഴല്ലേ പോണ വഴിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വെട്ടി അങ്ങനെ പോകും. അതുപോലെ അതിന്റെ ഒരു സുഖം, ഒരു മനസുഖം. അതെ, അപ്പൊ ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, ഈ പറമ്പിലേക്ക് കത്തി എടുത്തിറങ്ങിയവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അതാണ് ലൂസിഫറിൽ ലാലേട്ടൻ പറഞ്ഞത്, കർഷകനല്ലേ സാറേ, കള പറിക്കാൻ ഇറങ്ങിയത്. ഇത് കള വെട്ടാനായിട്ട് ഇറങ്ങിയതാ, മുന്നിൽ കാണുന്ന ആരും വെട്ടും. ഓക്കെ എങ്ങനെ വിജയം 2-1. അടുത്തത് DQ നഹാസ് ഹിദായത്ത് മൂവി. സിനിമ ഒരു ബില്ലങ്ങൽ മൂവി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. തെലുങ്കും മലയാളവും കൊള്ളാല്ലേ, നൈസായിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് മറ്റേ വേഫെയറിന്റെ കൂടെ തന്നെ 2 പ്രൊഡക്ഷൻ കമ്പനി, അതിനകത്ത് ഏതെങ്കിലും ഒന്നും കൂടി കൂടും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒന്ന് സ്വപ്നാസും വൈജയന്തി. ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി വേഫറിന്റെ കൂടെ ആയിരിക്കും, അല്ല വേഫറിന്റെ കൂടെ ചേർന്നിട്ട് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ തെലുങ്കിൽ നിന്നുള്ള കുറെ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഫെബ്രുവരിയിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നു, 2025. അടിപൊളി. അപ്പൊ 2024 ഒന്നും അല്ലല്ലേ, അപ്പൊ 25 വേറെ ലെവലല്ലേ. എത്ര സിനിമകള്, എന്തിന് ബിഗ് എംസിന്റെ സിനിമ 2022 സ്റ്റാർട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. 2022 അല്ല 2025 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കണ്ടമാന സിനിമകൾ, അതും വലിയ സിനിമകള്. ശരിക്കും വേറെ ലെവല് സിനിമകൾ വരാൻ പോകുന്നത് 2025. ശരിക്ക് ഇപ്പൊ പറഞ്ഞ കാന്താര വരുന്നു, ദളപതി 69, പിന്നെ വരാനുള്ളത് പുഷ്പ വരവെന്ന് അറിഞ്ഞൂടാ 3rd, പിന്നെ അതൊക്കെ ചെയ്ത് കുറച്ച് കഴിയേണ്ടി വരും. പിന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ കത്തനാര് വരാനുണ്ട്, അതെ, ഭീകര സാധനമായിരിക്കും. പിന്നെ ഇപ്പൊ ലാലേട്ടന്റെ സിനിമകൾ തന്നെ എത്ര തുടരും, എമ്പുരാൻ, പിന്നെ സത്യനന്ദിക്കാട് മൂവിയൊക്കെ ചിലപ്പോ ലാസ്റ്റിലേക്ക് ആയിരിക്കും. എന്തായാലും 2025 ഉണ്ടാവും. പിന്നെ എന്താ മമ്മൂക്ക മൂവി, അതുമല്ല മമ്മൂക്കന്റെ സിനിമ ബസൂക്ക, പിന്നെ ഡൊമിനിക്, പിന്നെ ജിതിൻ കെ ജോസ് മൂവി, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ 2025 തൂക്കും മലയാള സിനിമ. അതെ, ഓക്കെ. അടുത്ത വരാൻ കിടക്കുന്ന സാധനം ഇൻഡസ്ട്രി ആട് 3. അത് ഭീകര സാധനം കേട്ടത്. നമ്മുടെ ചെറുക്കൻ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു കേട്ടോ. ആരോടാ? മിഥുൻ. അങ്ങനെ ആട് 3ക്ക് വേണ്ടിട്ട് ആൾറെഡി ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ലോക്കായി. കേട്ടറിവ്. ഓക്കെ, അടുത്ത കിഴി അല്ലു അർജുൻ ത്രിവിക്രം മൂവി. ഷിറ്റ്, കിഴിയല്ല കേട്ടോ, അത് തമിഴ് കിട്ടാത്തോണ്ട് ഇട്ടതാണ്. എന്തായാലും ത്രിവിക്രം മൂവിയിൽ നമ്മുടെ തമനാണ് മ്യൂസിക് ചെയ്യുന്നത്. അതിന്റെ മ്യൂസിക് കമ്പോസിങ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ സിനിമ സ്റ്റാർട്ട് ആവും ഇപ്പൊ തന്നെ. പിന്നെ എന്താണെങ്കിലും പുഷ്പ ഇറങ്ങിയിട്ട് തീരുമാനിക്കാം. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? അല്ല, ഗോളിനെ കൊണ്ടുവരാതെ ഞാൻ കളിക്കാറങ്ങി, തെറ്റിൻ്റെതാണ്, അതുകൊണ്ട് തോറ്റു. ദിവസവും വരും കളിക്കാൻ, ഗോളി ഉണ്ടാവില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായത്, ടീമുണ്ട്, നല്ല ഫോർവേഡ് ഉണ്ട്, നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട്,
ഡിഫൻഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഡിഫൻഡേഴ്സിന് അത്ര വലിയ ഗംഭീരം എന്ന് പറയാൻ പറ്റൂല. ഗോളി പക്ഷെ തീരല്ല, ഒരാളെ നിർത്തണം ഇനി. എന്തായാലും അർജന്റീന വരെ ഒന്ന് പോകേണ്ടി വരും മിക്കവാറും. എമിനൊന്നും കിട്ടൂല. ഇന്റർനാഷണലാ, പൈസ അറിയണം. നോക്കാം നമുക്ക്. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കണം. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ചിരി നിർത്താൻ പറ്റുന്നില്ല, പേടിയാണ്.